ഹായ്, ഞാൻ ഷിനി പോൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു റെസിപ്പിയുമായിട്ടാണ്. മലബാറി ചിക്കൻ ദം ബിരിയാണി. ഒരു നോൺ സ്റ്റിക്ക് പോട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മലബാറി ചിക്കൻ ദം ബിരിയാണി. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് കൈമ റൈസാണ്. ഇത് അരമണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അടുത്തത് ഒരു നോൺ സ്റ്റിക്ക് പോട്ട് എടുത്തിട്ട് അതിൽ ഇരട്ടിയിലധികം വെള്ളം എടുക്കുക. ഇവിടെ 3 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൽ 1 ടീസ്പൂൺ നെയ്യ്, അതുപോലെ ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളം കുറച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടുക. അരി ഒരു 15 മിനിറ്റോളം വേവാനായിട്ട് വയ്ക്കുക. ഇതിൻ്റെ വേവ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, കാരണം ഇത് കംപ്ലീറ്റ്ലി വേവാൻ പാടില്ല. നമ്മൾ ചിക്കൻ്റെ കൂടെ ഇത് ഒന്നും കൂടെ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക ഇത് എത്രത്തോളം വെന്തു എന്നുള്ളത്. ഏകദേശം ഒരു 90% വെന്തു എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കുക, ഊറ്റി വയ്ക്കുക. അടുത്തത് ചിക്കൻ എടുക്കുക. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, പുളിയുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ നന്നായി പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റ് കുറച്ചധികം വേണം, അതിനനുസരിച്ച് വെളുത്തുള്ളി, ഇഞ്ചി കുറച്ചധികം എടുത്തിട്ട് വേണം ചതയ്ക്കാനായിട്ട്. ഇതിൽ നിന്ന് പകുതി പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അടുത്ത ഒരു നോൺ സ്റ്റിക്ക് പോട്ട് എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സബോള, ഒരു 4-5 സബോള അരിഞ്ഞത് ഇട്ട് വാട്ടിയെടുക്കുക. കുറച്ച് വാടി തുടങ്ങിയാൽ ഇതിൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗാർലിക് പേസ്റ്റും അതുപോലെ കുറച്ച് ഉപ്പിടുക. നന്നായി മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് വീണ്ടും 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ കുക്കാവുന്നതിന് വേണ്ടി ഒരു 20 മിനിറ്റോളം അടച്ചു വയ്ക്കുക. ചിക്കൻ ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതൊരു സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ടായിരിക്കും ചിക്കൻ. ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് വേവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മസാല പോലെ തന്നെ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വേവിൽ നമ്മൾ എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ലെയറായിട്ട് നമ്മൾ റൈസ് ഇടുകയാണ്. ഫസ്റ്റ് ലെയർ റൈസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതുപോലെ നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസ്, കാഷ്യൂനട്ട്സ്, ബദാം ഇതെല്ലാം ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സാണ്. അത് ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതിന് മേലെ അടുത്ത ലെയർ റൈസ് ഇടുക. സെക്കൻഡ് ലെയർ റൈസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് മുന്നേ ചെയ്ത പോലെ തന്നെ കാഷ്യൂ നട്ട്സ്, കിസ്മിസ് അതേപോലെയുള്ള എല്ലാം ഫില്ല് ചെയ്യാം. ഇത് വീണ്ടും ഒരു 20 മിനിറ്റോളം അടച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മലബാറി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയും റൈസും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് സെർവ് ചെയ്യാം.
അപ്പൊ നമ്മുടെ ഈ മലബാറി ചിക്കൻ ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ. ക്യാമറാമാൻ വിനയ്ക്കൊപ്പം ഷിനി പോൾ.